പുരുഷനാവട്ടെ സ്ത്രീ ആവട്ടെ ആരായിരുന്നാലും അവരുടെ ശരീരത്തിൽ നിന്ന്, തലയിൽ നിന്ന്, പുരുഷന്മാരവരുടെ താടിയിൽ നിന്നൊക്കെ നരച്ച രോമങ്ങൾ മാത്രം ഇങ്ങനെ തെരഞ്ഞു പിടിച്ച് അതിങ്ങനെ പിഴുതെടുക്കുന്ന ഒരു രീതി, അതിനെ സംബന്ധിച്ചാണ് ഇവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ളത്. അത് ചെറിയവരാകട്ടെ വലിയവരാകട്ടെ ആരായിരുന്നാലും, ചെറിയവരാകട്ടെ എന്ന് പറയാൻ എന്താ കാരണം? ഇത് വിശദീകരിച്ചിടത്ത് പണ്ഡിതന്മാർ പറഞ്ഞു, ഫനത്തുഫു ശൈബി വലൗ ഉളഹറ മുബക്കിറൻ ഫഇന്ന ദാലിക ലാ യസൂ. നമ്മൾ പറയുന്ന അകാല നര അല്ലെങ്കിൽ ഓമന നര എന്നൊക്കെ നമ്മൾ പറയുന്ന പ്രായമാവാതെ തന്നെ നരക്കുക, അതാണെങ്കിൽ പോലും പിഴുതെടുക്കുക എന്നുള്ളത് പാടില്ലാത്തതാണ്. അതേപോലെ തന്നെ പല ആൺകുട്ടികളും അവരുടേതായ ആ താടിയും മീശയൊക്കെ മുളച്ചു വരുന്ന ഘട്ടത്തിൽ ആദ്യമായി ഉണ്ടാകുന്ന താടി ഇങ്ങനെ പറിച്ചെടുക്കും, പിഴുതെടുക്കുക. അതും പാടില്ലാത്തതാണ്. കാരണം അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് കൃത്യമായി തന്നെ, പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ താടി അവന് പ്രകൃത്യ, അവന് അലങ്കാരമായി അല്ലാഹു നിശ്ചയിച്ചു കൊടുത്തതാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളിലേക്കും സൂചന നൽകുന്ന നിലക്ക് ഒന്നാമതായി ഇതിൽ മുതിർന്ന ആളുകളെ സംബന്ധിച്ച് തന്നെയാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം വരുന്നത്. താടി രോമങ്ങളിൽ നിന്നും മുടിയിൽ നിന്നുമൊക്കെ നരച്ച മുടികൾ പിഴുതെടുക്കുന്ന ഒരു രീതി സാധാരണഗതിയിൽ കണ്ടുവരുന്നതാണ്. അതിങ്ങനെ നേരെ തുടങ്ങുമ്പോഴേ അത് പ്രായോഗികമാവുള്ളൂ. കുറേ കഴിഞ്ഞിട്ട് പിന്നെ പിഴുതെടുക്കാനേ നേരം ഉണ്ടാവുള്ളൂ, മുഴുവൻ പിഴുതെടുക്കേണ്ടി വരും. അപ്പം അതുകൊണ്ട് ഇടക്കും തിലക്കൊക്കെ അങ്ങനെ വരുമ്പോഴാണ് എന്ത് ചെയ്യുക, പതുക്കെ അത് പ്ലക്ക് ചെയ്യുക. അത് പാടില്ലാത്ത സംഗതിയാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഉൾപ്പെടുത്തി അത് കസ് ചെയ്യുന്നത്, തെരഞ്ഞു പിടിച്ചിട്ട് കത്രിക കൊണ്ട് ഇങ്ങനെ തെരഞ്ഞു പിടിച്ചിട്ട് അതിങ്ങനെ കട്ട് ചെയ്യുക, അതും ആ വിഷയത്തിൽ തന്നെ വിരോധിക്കപ്പെട്ട സംഗതിയാണ്. അപ്പം ഇവിടുത്തെ വിരോധത്തെ സംബന്ധിച്ച് പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്തങ്ങളായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഇത് ഹറാമായ നിലക്കാണോ അതോ ഒഴിവാക്കിയാൽ നല്ലത്, അങ്ങനെ ചെയ്താൽ കടുത്ത ഒരു ശിക്ഷയുള്ള ഹറാമൊന്നുമല്ല എന്നുള്ള നിലക്കുള്ള വിരോധമാണോ, നിരോധിക്കലാണോ എന്നിങ്ങനെയുള്ള ചർച്ച പണ്ഡിത ലോകത്ത് ആദ്യകാലത്തും ആധുനിക കാലത്തും നിലവിലുണ്ട്. അപ്പോൾ ഹെഡിങ്ങിൽ പറഞ്ഞ വിഷയം മനസ്സിലായി. ഒന്ന്, വലിയ ആൾക്കാർ തന്നെ, അതാണാവട്ടെ പെണ്ണാവട്ടെ, ഇങ്ങനെ നരച്ച രോമം നോക്കി അതിങ്ങനെ പ്ലക്ക് ചെയ്യുകയോ വെട്ടുകയോ ഒക്കെ ചെയ്യുന്നത്. മറ്റൊന്ന്, താടി മീശയൊക്കെ വളർന്നു വരുന്ന ആ ഒരു തുടക്കത്തിൽ തന്നെയുള്ള സമയത്ത് തന്നെ അതങ്ങോട്ട് പിഴുതെടുത്ത് ഒക്കെ മുഖമൊക്കെ ക്ലീനാക്കി അങ്ങനെ വടിച്ച് അല്ലെങ്കിൽ ഒഴിവാക്കുന്ന ഒരു രീതി, അതൊന്നും പാടില്ലാത്ത സംഗതിയാണ്. ഇതാണ് ഹെഡിങ്ങിൽ പറഞ്ഞത്. ഈ വിഷയത്തിൽ രണ്ട് ഹദീസുകളാണ്, ഒന്ന് നേർക്ക് നേരെ ബന്ധമുള്ളതും മറ്റൊന്ന് ആ വിഷയത്തിൻ്റെ പ്രാധാന്യം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്ന വിധത്തിലുള്ള കാര്യം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഹദീസുമാണ്. ഒന്നാമത്തെ ഹദീസ് ഉദ്ധരിക്കുന്നത് മഹാനായ സഹാബി അംർ ബിൻ ശുഐബാണ്. അൻ അംർ ബിൻ ശുഐബിൻ അൻ അബീഹി അൻ ജദ്ദിഹി റളിയല്ലാഹു അൻഹു. കേട്ടോ, അംർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ പിതാവിൽ നിന്ന്, പിതാവ് അദ്ദേഹത്തിൻ്റെ പിതാവിൽ നിന്ന്. അപ്പോൾ പരമ്പരയായിട്ട് അവർ കേൾക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, ലാ തൻതിഫു ശൈബ ഫഇന്നഹു നൂറുൽ മുസ്ലിമി യൗമൽ ഖിയാമ. ഹദീസുൻ ഹസനുൻ റവാഹു അബൂ ദാവൂദ് വത്തിർമിദിയു വന്നസായിയു ഖാല തിർമിദിയു ഹുവ ഹദീസുൻ ഹസനുൻ. എന്താണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്? ലാ തൻതിഫു, നിങ്ങൾ പിഴുതെടുക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞു നതഫ യൻതിഫു, നതഫ യൻതിഫു, പ്ലക്ക് ചെയ്യുന്നതിനാണ്, കട്ട് ചെയ്യുന്നതിനല്ല, പ്ലക്ക് ചെയ്യുക, പറിച്ചെടുക്കുക, ആ നിലക്കുള്ള പ്രയോഗമാണത്. ലാ തൻതിഫു, നിങ്ങൾ പിഴുതെടുക്കരുത്, വേരോടെ പിഴുതെടുക്കുക. അശൈബ, നര നിങ്ങൾ പിഴുതെടുക്കരുത്. ഫൈന്നഹു, തീർച്ചയായും ഈ നര എന്ന് പറയുന്നത് നൂറുൽ മുസ്ലിമി, ഒരു മുസ്ലിമിനുള്ള പ്രകാശമാണ്. യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ. ഒരാൾ നരക്കുക എന്നുള്ളത് അയാൾക്കൊരു മോശത്തരമൊന്നുമല്ല. അയാളെ സംബന്ധിച്ചിടത്തോളം അത് അയാൾക്ക് പരലോകത്ത് പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണ്. സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ നിലക്ക് അതിലൂടെ അവൻ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടാണ് അങ്ങനെ ആ കാര്യം ചെയ്യാതിരിക്കുന്നതെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം അതവന് പരലോകത്ത് പ്രതിഫലാർഹമായ കാര്യമാണ് എന്നാണ് ഈ ഹദീസ് നമുക്ക് വ്യക്തമാക്കി തരുന്നത്. ഫൈനഹു നൂറുൽ മുസ്ലിമി യൗമൽ ഖിയാമ. കണ്ടോ, ഖിയാമത്ത് നാളിൽ അത് ഒരു മുസ്ലിമായ മനുഷ്യന്
പ്രകാശമാണ് എന്നിവിടെ അതിൻ്റെ കാരണം കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്നിരിക്കുകയാണ്. അപ്പോൾ പല സഹാബിമാരും ചോദിച്ചു, ആളുകൾ അങ്ങനെ പിഴുതെടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ അവർക്ക് പരലോകത്തുള്ള ഒരു പ്രകാശത്തിനുള്ള അവസരം അവർ ഒഴിവാക്കായിരിക്കും എന്നിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും ചെയ്തു എന്നൊക്കെ ഈ വിഷയത്തിലുള്ള ഹദീസുകളിൽ കാണാൻ സാധിക്കും. മാത്രമല്ല മറ്റ് ചില റിപ്പോർട്ടുകളിൽ കാണാം, മാമിൻ മുസ്ലിമിൻ യശീബു ശൈബതൻ ഇല്ലാ കാനത് ലഹു നൂറൻ യൗമൽ ഖിയാമ ഔ റുഫിഅ ബിഹാ ദറജ വകുതിബത് ലഹു ബിഹാ ഹസന വഹുത്ത അൻഹു ബിഹാ ഖതീഅ. മറ്റു ചില റിപ്പോർട്ടുകളിൽ അങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഏതൊരു മുസ്ലിമായ മനുഷ്യനാവട്ടെ, ഈ ഒരു നല്ല കാര്യം ഒരാൾ അതിൽ സൂക്ഷ്മത പുലർത്തുന്നുവെങ്കിൽ, ഏതൊരു മുസ്ലിമായ വ്യക്തിയാവട്ടെ, യശീബു ശൈബത്തൻ, അയാൾക്ക് നര ബാധിക്കുന്നു. അങ്ങനെ നര ബാധിച്ചാൽ ഇല്ലാ കാനത്ത് ലഹു, അതായിട്ടല്ലാതെ നൂറൻ, ഒരു പ്രകാശമായിരിക്കും യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ. ഒരു കാര്യം അതാണ് പറഞ്ഞത്. മറ്റൊന്ന് പറഞ്ഞു, 3 പ്രത്യേക ഗുണങ്ങൾ അതിൻ്റെ ശേഷം ചേർത്ത് പറഞ്ഞു. ഔ റുഫിഅ ബിഹാ ദറജ, അത് മുഖേന അവന് അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലവും കിട്ടുന്നുണ്ട്. റബ്ബിൻ്റെ അടുക്കലേക്കുള്ള അടുപ്പം, ഒരു പദവി ഉയർത്തപ്പെടുന്നു. അതാണ് റുഫിഅ ബിഹാ ദറജ. ഒരാൾ നരച്ചു എന്നുള്ളതുകൊണ്ട് അയാൾക്കൊരു അപകർഷതാബോധം ഉണ്ടാവേണ്ടതില്ല. അത് അയാളുടെ മനസ്സിൻ്റെ നിയ്യത്ത് പോലെ ഇരിക്കും. തനിക്ക് ആ നര വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇതിലൂടെ തനിക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ ആ നിലക്കുള്ള ഒരു ദറജ അത് കിട്ടണം. അതുകൊണ്ട് ഞാനത് എന്ത് ചെയ്യുന്നില്ല, പ്ലക്കീത് പറിച്ചു കളയുന്നില്ല, വെട്ടിക്കളയുന്നില്ല. വ കുത്തിബത്ത് ലഹു ബിഹാ ഹസനത്തൻ, അത് കാരണമായി അവന് ഒരു ഹസനത്ത് രേഖപ്പെടുത്തപ്പെടുകയും ചെയ്യും. ഒരു പുണ്യമായിട്ട് രേഖപ്പെടുത്തപ്പെടും. അള്ളാഹുവിൻ്റെ അടുക്കലേക്കുള്ള അവനുള്ള പദവി ഉയർത്തപ്പെടും. മൂന്നാമത്തതോ വഹുത്ത അൻഹു, അത് കാരണമായി അവനിൽ നിന്ന് കൊഴിഞ്ഞു പോകപ്പെടും. ഖതീഅ, ഒരു പാപം. അപ്പോൾ ഒരു നന്മ ഏറെ, പാപം പൊറുക്കപ്പെടുന്നു. റബ്ബിലേക്കുള്ള അടുപ്പം അല്പം കൂടുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനറിയാതെ തന്നെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം മനുഷ്യരിൽ നര ബാധിക്കുക എന്നുള്ളത് അവൻ്റെ ഇഖ്തിയാറിൽപ്പെട്ട കാര്യമല്ല. നമ്മളാരും വിചാരിച്ചിട്ടല്ല നമ്മളാരും നരച്ചു പോകുന്നത്, മറിച്ചത് നമ്മുടെ കയ്യിൽപ്പെട്ടതല്ല, അള്ളാഹുവിൻ്റെ ഒരു തീരുമാനമാണ്. അപ്പം അതുകൊണ്ട് തന്നെ അതിൽ പോലും നമുക്ക് നല്ല ഒരു ഉദ്ദേശമുണ്ടെങ്കിൽ അത് എന്തല്ല, ഒരു അപകർഷതാബോധം തോന്നേണ്ടുന്ന ഒരു കാര്യമല്ല. എന്നാലോ അത് കറുപ്പ് നിറം കൊണ്ട് നിങ്ങൾ മറച്ചു വെക്കരുത്. അത് സംബന്ധമായിട്ടുള്ള വേറെ വിഷയങ്ങൾ നമ്മൾ വിശദമായി നമ്മളൊരു ക്ലാസ്സിൽ ഇവിടെ വിശദീകരിച്ചതാണ്. എന്നാൽ അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അനുവാദം തന്നതുമാണെന്ത്, നര നിങ്ങൾ എന്ത് ചെയ്തോളൂ, മൈലാഞ്ചി കൊണ്ട്, ഹിന്ന കൊണ്ട്, കെത്തുമ കൊണ്ട് ഒക്കെ നിങ്ങൾക്ക് മറച്ചു വെക്കാം. ആ രീതിയിൽ നിങ്ങൾക്ക് കളറുകൾ നൽകാം തുടങ്ങിയിട്ടുള്ള അനുവാദവും ഇസ്ലാം തന്നെയാണ് പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പറയുന്ന വിഷയത്തിൽ ഇത് കാണാതിരിക്കാൻ വേണ്ടി മറ്റ് കളറുകൾ നൽകൽ, കറുപ്പൊഴികെയുള്ള കളറുകൾ നൽകുന്നതിനെ സംബന്ധിച്ചല്ല, മറിച്ച് വളരെ കടുത്ത മുടിയിഴകൾ പോലെ തന്നെയാകുന്ന കറുപ്പ് നിറം നൽകുന്നതും, അതല്ലെങ്കിൽ പ്ലക്ക് ചെയ്ത് അതിനെ ഒഴിവാക്കുന്നതും, അതല്ലെങ്കിൽ അത് തെരഞ്ഞു പിടിച്ച് അത് കട്ട് ചെയ്യുന്നതും ഒക്കെ ഈ വിഷയത്തിൽ എതിർക്കപ്പെട്ട, വിരോധിക്കപ്പെട്ട കാര്യമാണ് എന്നാണ്. ചിലത് അതിൽ നിഷിദ്ധമാണ്, ചിലത് അതിൽ കറാഹത്താണ്. ചെയ്യാതിരുന്നാൽ നമുക്ക് പുണ്യം കിട്ടും, ചെയ്താൽ നരകാവകാശിയാകുന്ന നിലക്കുള്ള ഒരു ഹറാമായി മാറുകയുമില്ല എന്നൊക്കെ. അതേ അവസരത്തിൽ നരച്ച മുടിക്ക് കറുപ്പടിക്കുന്നതിനെ സംബന്ധിച്ചുള്ള പണ്ഡിത ലോകത്തുള്ള വ്യത്യസ്തമായ വീക്ഷണങ്ങൾ വളരെ വിശദമായി തന്നെ ഒരു ക്ലാസ്സിൽ അത് നമ്മൾ വിശദീകരിച്ചതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നുമില്ല. ഇനി രണ്ടാമതായി ഇതിൽ പറയുന്ന മറ്റൊരു വിഷയം, അപ്പം ഇതിൽ മതപരമായിട്ട് ഇങ്ങനെയാണ്, എന്താ ഈ നര മാത്രം. അപ്പം നമ്മൾ സാധാരണ തലയിൽ നിന്നൊക്കെ തെരഞ്ഞു പിടിച്ചിട്ട് ഇങ്ങനെ ബാർബർ ഷോപ്പിൽ നിന്ന് അതിങ്ങനെ നമ്മളതിങ്ങനെ പ്ലക്ക് ചെയ്യും, അല്ലെങ്കിൽ കട്ട് ചെയ്യും, അല്ലെങ്കിൽ സ്വയം തന്നെ പ്ലക്ക് ചെയ്യും, കട്ട് ചെയ്യും. ഈ രീതിയിൽ അത് ഒഴിവാക്കലാണ് നല്ലത് എന്ന് ചുരുക്കം. അത് സംബന്ധമായിട്ടുള്ള അതവിടെ നിന്നോട്ടെ, അത് നമുക്ക് കളറുകൾ കൊണ്ട് മാറ്റം വരുത്താമെന്നുള്ളതല്ലാതെ നരച്ച മുടി ആരും കാണണ്ട എന്നുള്ള നിലക്ക് അത് ഒഴിവാക്കുന്ന സിസ്റ്റം പരലോകത്തേക്ക് നമുക്ക് ഗുണകരമാവില്ല. അതുകൊണ്ട് അത് ചെയ്യാതിരുന്നാൽ നമുക്കൊരു പുണ്യമാണ് കിട്ടുന്നത്. ഈ ഉദ്ദേശം കൂടി അതിലൂടെ നമ്മുടെ മനസ്സിൽ വരുമ്പോൾ പരലോകത്തത് പ്രകാശമാണ്, ഒരു ഹസനത്തായി രേഖപ്പെടുത്തപ്പെടുകയാണ്. അള്ളാഹുവിലേക്ക് ഒരു പടി കൂടി നമ്മൾ അടുപ്പം വർദ്ധിക്കുകയാണ്. മാനുഷികമായ നിലക്ക് നമ്മളിൽ സംഭവിക്കുന്ന ചെറുദോഷങ്ങൾ അത് കാരണമായി
പരിഹരിക്കപ്പെടുകയാണ്. അപ്പോൾ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ നിലക്കുള്ള ഒരു മാനസികമായ നീയത്ത് അവൻ്റെ മനസ്സിലുണ്ടെങ്കിൽ അവൻ ആ വിഷയത്തിൽ യാതൊരു അപകർഷതാബോധവും വരികയില്ലെന്ന് മാത്രമല്ല, അള്ളാഹുവിൻ്റെ അടുക്കൽ അവൻ അത് മുഖേന പുണ്യവും ലഭിക്കും എന്നുള്ളതാണ്. അത് അതിൻ്റെ മതപരമായ വിഷയമാണ്, വശമാണ്. ഇനി ആരോഗ്യപരമായും ഒരു മുടി പിഴുതെടുക്കുക, വേരോടെ നമ്മുടെ നരച്ച മുടിയൊക്കെ പിഴുതെടുക്കുക എന്നുള്ളത് ശരീരത്തിൽ നിന്ന് ആരോഗ്യപരമായും അതിന് ഒരുപാട് തകരാറുകളിൽ നിന്ന് ആധുനിക വൈദ്യശാസ്ത്രം തന്നെ സമൂഹത്തോട് പറയാറുണ്ട്. മനുഷ്യനെ അങ്ങനെ പിഴുതെടുത്താൽ ആ പിഴുതെടുത്ത ഭാഗത്ത് മുറിവുണ്ടാകാനും അവിടെ ബാക്ടീരിയകൾ, അത് അണുബാധകൾ ഉണ്ടാകാനുമൊക്കെ നിമിത്തമാകുമെന്ന് ഇന്ന് ഡോക്ടർമാർ തന്നെ പറയാറുണ്ട്. അതുപോലെ തന്നെ നമ്മളെ മുടി, കട്ടിയുള്ള മുടിയുള്ള ആളുകൾക്ക് അത് പിഴുതെടുത്താൽ പിന്നീട് ആ മുടിയുടെ കട്ടി കുറയാനും വീണ്ടും വീണ്ടും ഇങ്ങനെ പറിക്കുമ്പോൾ ആ മുടി വളരുന്ന സുഷിരങ്ങളിൽ എന്തായിത്തീരും, കേടുപാടുകൾ വന്ന് പിന്നെ അവിടെ മുടി വളരാതിരിക്കാനും അത് കാരണമാകും. ആ നിലക്കുള്ള ഭൗതിക വശങ്ങളും അതിലുണ്ട്. പിന്നെ സമൂഹത്തിൽ ആളുകൾ ചിലപ്പോൾ പറയാറുണ്ട്, നരച്ച മുടി പറിച്ചെടുത്താൽ കൂടുതൽ നര വരുന്നു. അങ്ങനെയൊന്നുമില്ല. പിന്നീട് അവിടെ വീണ്ടും മുളച്ച് വളരുന്നത് എന്ത് തന്നെ ആയിരിക്കും? നരച്ച മുടി തന്നെ ആയിരിക്കും. അത് നമ്മൾ വേരോടെ പിഴുതാലും ശരി, അതിൻ്റെ അടിയിൽ നിന്ന് പിന്നെ ഏതന്നെ വരുള്ളൂ, വെളുത്ത മുടി തന്നെ വരികയുള്ളൂ. ഇതൊക്കെ അതിൻ്റെ ഭൗതികമായ വശങ്ങളാണ്. അതോടൊപ്പം നമ്മൾ ഇസ്ലാമികമായിട്ട് ഇസ്ലാം ഒരു കാര്യം വേണ്ട, അനഭിലഷണീയമാണ്, നിങ്ങൾ മാറ്റിവെച്ചോളൂ, ചെയ്യാതിരിക്കലാണ് നല്ലത്, അല്ലെങ്കിൽ ചെയ്യരുത് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയുന്നതും അല്ലാത്തതുമായ ഹിക്മത്തുകൾ മതപരമായ നിലക്കുമുണ്ടാകും, ഭൗതിക വശങ്ങൾ ആലോചിച്ചാലും ഉണ്ടാകും. ആരോഗ്യപരമായ കാരണങ്ങളാലും പല വിഷയങ്ങളിലും അള്ളാഹു അത്തരത്തിലുള്ള പലതും നമുക്ക് വിരോധിച്ചതായും വെറുക്കപ്പെട്ടതായും അനഭിലഷണീയമാണ്, നിങ്ങളത് മാറ്റിവെക്കണം എന്ന് പറഞ്ഞതിലൂടെയുമൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇനി ഇതിൻ്റെ വിധി എന്താണ്? ഇമാം മുസ്ലിം റഹിമഹുല്ല അനസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള അദ്ദേഹം ഇതിന് വിശദീകരണം കൊടുത്തേടത്ത് പറഞ്ഞു, യുക്റഹു അൻ യൻതിഫർ റജുലു ശഅറത്തൽ ബൈളാഅ മിൻ റഅസിഹി വലിഹയതിഹി. അതൊരു വെറുക്കപ്പെട്ട കാര്യം തന്നെയാണ്, എന്നാൽ ഒരു ഹറാമായ സംഗതിയാണ് എന്ന് പറയാൻ പറ്റില്ല. ഒരു കറാഹത്ത് തന്നെയാണത്. കറാഹത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ചെയ്തില്ലെങ്കിൽ നമുക്കതുകൊണ്ട് പുണ്യം കിട്ടും, ചെയ്താലോ നരകാവകാശിയായി മാറുകയൊന്നുമില്ല എന്ന വീക്ഷണം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചത് കൊണ്ട് അതിൻ്റെ ലാഹിറിൻ്റെ അടിസ്ഥാനത്തിൽ അതൊരു കറാഹത്തിൻ്റെയും അപ്പുറം എത്തുന്ന ഒരു സംഗതി തന്നെയല്ലേ എന്ന് അഭിപ്രായപ്പെടുന്ന പണ്ഡിതന്മാരും ലോകത്തുണ്ട്. എന്തായിരുന്നാലും ഇതിനിടയിൽ അത് ഒഴിവാക്കുന്നതാണ് ഉചിതം എന്നുള്ള ആ അഭിപ്രായം തന്നെയാണ് ഏറ്റവും അഭിലഷണീയമായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇനി സഹോദരന്മാരെ, അതിൻ്റെ രണ്ടാമത്തെ ഹദീസിൽ പറഞ്ഞ വിഷയം എന്താണ്? ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, വഅൻ ആയിഷത റളിയല്ലാഹു അൻഹ ഖാലത്ത് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ റവാഹു മുസ്ലിം റഹിമഹുല്ലാഹ്. ഇവിടെ നോക്കൂ, ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്താ പറഞ്ഞത്? മൻ അമില, ആരെങ്കിലും പ്രവർത്തിച്ചാൽ, അമലൻ, ഒരു പ്രവൃത്തി, ലൈസ അലൈഹി, ആ കാര്യം ചെയ്യുവാൻ ഇല്ല, അമ്രുന, നമ്മുടെ ഓർഡർ. അപ്പം നമ്മുടെ ഓർഡറില്ലാത്ത, നമ്മുടെ കൽപ്പനയില്ലാത്ത ഒരു പ്രവൃത്തി ആരെങ്കിലും ചെയ്താൽ ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടേണ്ടതാണ്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഈ ഹദീസ് സാധാരണയായി നമ്മൾ കേൾക്കുന്നതാണ്. ബിദഅത്തുകളെ സംബന്ധിച്ചതിൻ്റെ ഗൗരവം പറയുമ്പോൾ ഇസ്ലാമിൽ പുണ്യകരമല്ലാത്തൊരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടില്ലാത്തൊരു കാര്യം, മതപരമായ നിലക്ക് ഒരാളൊരു കാര്യം ചെയ്യുമ്പോൾ അത് ബിദഅത്താണ്. കുല്ലു ബിദഅത്തിൻ ദലാല, എല്ലാ ബിദഅത്തുകളും വഴികേടുകളാണ്. വഴികേടുകൾ മുഴുവനും നരകാഗ്നിയിലേക്കാണ് എത്തിക്കുക എന്നുള്ളത് നമ്മൾ സ്ഥിരമായി കേൾക്കുന്നതാണ്. സമാനമായ മറ്റൊരു ഹദീസ് നമ്മൾ ആ വിഷയത്തിൽ, മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ, ഈ ദീനിൽ അതിലില്ലാത്ത ഒന്ന് പുതിയതായി ആരെങ്കിലും കൊണ്ടുവന്നാൽ അത് തള്ളേണ്ടതാകുന്നു എന്ന്. ഈ ഹദീസ് എന്തുകൊണ്ട് ഈ അധ്യായത്തിൽ കൊണ്ടുവന്നു എന്ന് പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നിടത്ത് പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും സഹാബത്തും എന്ത് ചെയ്യാറില്ല, ഇങ്ങനെ നരച്ച മുടി മാത്രം നോക്കിയിട്ട് അത് പിഴുതെടുക്കാറില്ല. അത് അവർക്കൊരു അപകർഷതാബോധമായി കണ്ടിട്ടില്ല. അങ്ങനെ പിഴുതെടുക്കുന്നൊരു സിസ്റ്റം അവരാരും ചെയ്തിട്ടില്ല. അങ്ങനെ നിങ്ങൾ ചെയ്തോളൂ എന്ന കൽപ്പനയുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു യഥാർത്ഥ വിശ്വാസി ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക തന്നെയാണ് നല്ലത് എന്ന് അറിയിക്കാൻ വേണ്ടിയാണ് നബിതങ്ങൾ ചെയ്തിട്ടില്ലാത്തൊരു പ്രവൃത്തി, അവിടുന്ന് ഓർഡർ നൽകിയിട്ടില്ലാത്ത ഒരു കാര്യം അത് തള്ളണം എന്ന് പറയുമ്പോൾ തള്ളപ്പെട്ടൊരു കാര്യം ചെയ്യാതിരിക്കാനാണല്ലോ സത്യവിശ്വാസികൾ ശ്രദ്ധിക്കേണ്ടത് എന്ന നിലക്കാണ് ഈ ഹദീസ് കൂടി
ഈ അധ്യായത്തിൽ കൊണ്ടുവന്നത് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ്. ഇതിൽ ഈ 2 ഹദീസുകൾ മാത്രമേ ഈ അധ്യായത്തിലുള്ളൂ. അപ്പോൾ നരച്ച മുടി പറിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയമാണ് കഴിഞ്ഞു പോയത്. അപ്പോൾ അത് താടിയിലാണെങ്കിലും അതുപോലെ തന്നെ മീശയിൽ നിന്നാണെങ്കിലും തലയിൽ നിന്നാണെങ്കിലും ഒക്കെ അതിൻ്റെ വിധിയുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ പുരികത്തിൽ നിന്നാണെങ്കിലും ഒക്കെ അത് പുരികത്തിൽ നിന്ന് തലയിൽ നിന്ന് ഒക്കെ സ്ത്രീകൾക്കും ബാധകമാണ്, കുട്ടികൾക്കും ബാധകമാണ്, മുതിർന്നവർക്കും ബാധകമാണ് എന്നൊക്കെ ഇപ്പോൾ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കുക. വിഷയം എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ്.